ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിനെ നൽകുക. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ഇപ്പോൾ മനസ്സിലൊരു വ്യക്തിയെ വിചാരിക്കുക. ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള എനർജി എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മളെ അറിയുന്ന വ്യക്തിയെ വേണം ചിന്തിക്കാൻ കേട്ടോ. നമ്മളെ അറിയാത്ത വ്യക്തികളെ അല്ല, നമ്മളുമായിട്ട് കണക്ഷനിൽ വരുന്ന വ്യക്തികളെ ചിന്തിക്കണം. അല്ലാതെ മോഹൻലാലിൻ്റെ മമ്മൂട്ടി ഒന്നും ചിന്തിച്ച് കളയരുത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജികൾ ചോദിക്കുന്നു. നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള എനർജി എന്താണ്? പ്ലീസ്, അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഏഞ്ചൽ ബ്ലെസ്സിങ് എന്താണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള എനർജി എന്ന് പറയുന്നത് 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. മാനസികമായിട്ട് അവരെന്തൊക്കെയോ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം താൽക്കാലികമായി അവരെ ഒന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇപ്പോൾ അവരുടെ ചിന്തകളെല്ലാം നെഗറ്റീവ് വശങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് വലിയ വാക്ക് തർക്കങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും ആയി പോകുന്നത് കൊണ്ട് തന്നെ അവർ താൽക്കാലികമായി ഒന്ന് മാറി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഈ ഒരു സമയം അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഒന്നും പറയാനില്ല. 2 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഈ ഒരു സമയം അവർ ഒന്നും കാണുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുവാനോ പറയുവാനോ കേൾക്കുവാനോ തയ്യാറല്ലാത്ത ഒരു എനർജി ഇവിടെ കാണുന്നു. എനിക്ക് തോന്നുന്നു കാണുന്നതിൽ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ എനർജിയാണ് കൂടുതൽ വരുന്നത്. ജനറേറ്റിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുത്താൽ മതി കേട്ടോ. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. സാമ്പത്തിക സ്ഥിതിയിൽ വരും ദിവസങ്ങളിൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് ഉണ്ടാകുക? 4 ഓഫ് കോയിൻ്റെ എനർജിയാണ് വരുന്നത്. ഒരു സമ്പാദ്യം എന്തായാലും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ചിട്ടിയിലോ മറ്റോ നിങ്ങൾ ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ചിട്ടി പൈസയൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ നിക്ഷേപിച്ച് വെച്ചിരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരികയോ അല്ലെങ്കിൽ നിങ്ങൾ നിക്ഷേപത്തിലേക്ക് കടന്നു പോകുകയോ ചെയ്യുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയാണ്. സാമ്പത്തികപരമായിട്ട് വരും ദിവസങ്ങളിലാണ് ഇത് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് അഫർമേഷൻ ചെയ്യുക. ഏഞ്ചൽ ബ്ലെസ്സിങ് എന്താണ് നിങ്ങൾക്ക് കടന്നു വന്നിരിക്കുന്നത്? സണ്ണാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ വളരെ ശക്തമായ ഊർജ്ജത്തോടു കൂടി നിങ്ങൾ ഉദിക്കാൻ പോകുന്നു എന്നുള്ള ഒരു അനുഗ്രഹമാണ് വരുന്നത്. നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങൾ സമാധാനത്തിലും ശാന്തിയിലും മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരു പവർ ഓഫ് എനർജിയാണ് വരുന്നത്. പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുന്നുണ്ട്. ഇത്രയും നാൾ നിങ്ങളൊരു അന്ധകാരത്തിലായിരുന്നെങ്കിൽ പല കാരണത്താൽ നിങ്ങൾ മൂടി വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രകാശങ്ങളും ഭാഗ്യങ്ങളുമായിരിക്കാം മൂടി വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മറന്നേക്ക് പുറത്ത് വരുന്നതായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അയക്കുക. നിങ്ങളിലെ വലിയ മാറ്റം നിങ്ങളിലേക്ക് കടന്നു വരും.